നമസ്കാരം, ഞാൻ കിരണ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. വർധ ശമിക്കുന്നു. തമിഴ്നാട്ടിലും ആന്ധ്രയിലും കനത്ത നാശം വിതച്ച വർധ ചുഴലിക്കാറ്റ് തീരം വിടുന്നു. ശക്തമായ കൊടുങ്കാറ്റിലും മഴയിലും ചെന്നൈയുടെ വിവിധ ഭാഗങ്ങളിലായി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 7 പേർ മരിച്ചതായി റിപ്പോർട്ട്. തമിഴ്നാട് ആന്ധ്ര തീരങ്ങളിൽ വീശുന്ന വർധ ഇന്ന് കർണാടകയിൽ എത്തുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം. കാറ്റ് തുടരുന്ന പശ്ചാത്തലത്തിൽ ചെന്നൈയിലും തമിഴ്നാട്ടിലെ കടലോര ജില്ലകളിലും ഇന്നും ജാഗ്രതാ നിർദ്ദേശം. കനത്ത മഴയിൽ സംസ്ഥാനത്ത് പലയിടത്തും വൈദ്യുതി വാർത്താവിനിമയ സൗകര്യം പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ട നിലയിൽ. താറുമാറായ റോഡ് റെയിൽ ഗതാഗതങ്ങൾ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമത്തിൽ സംസ്ഥാന സർക്കാർ. കനത്ത മഴ കണക്കിലെടുത്ത് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നും അവധി. കഴിഞ്ഞ 24 മണിക്കൂറിൽ ചെന്നൈയിൽ മാത്രം ശരാശരി 10 സെന്റിമീറ്റർ വരെ മഴ പെയ്തതായി കാലാവസ്ഥാ കേന്ദ്രം. ആന്ധ്രാപ്രദേശിന്റെ പല ഭാഗങ്ങളിലും ഒറ്റപ്പെട്ട മഴ. സ്ഥിതിഗതികൾ നിരീക്ഷിച്ച് ഉന്നത ഉദ്യോഗസ്ഥർ. ഇതുവരെ 9000-ഓളം പേരെ മാറ്റിപ്പാർപ്പിച്ചതായി സർക്കാർ. സഹകരണത്തിൽ സംഘടിച്ച്. കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കുന്ന കേന്ദ്ര നീക്കത്തിനെതിരെ സംയുക്ത പോരാട്ടത്തിനൊരുങ്ങി നേതാക്കൾ. പ്രതിസന്ധിയിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ രാഷ്ട്രപതിയുമായി UDF നേതാക്കളുടെ കൂടിക്കാഴ്ച. സംസ്ഥാനത്തിന് വെട്ടിക്കുറച്ച റേഷൻ അരി വിഹിതം പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം. സഹകരണ ബാങ്കുകളോടുള്ള വിവേചനത്തിനെതിരെ നാളെ ഡൽഹിയിൽ UDF MPമാരുടെ പ്രതിഷേധ ധർണ. സഹകരണ ബാങ്കുകൾ KYC മാനദണ്ഡം പാലിക്കുന്നില്ലെന്ന കേന്ദ്രത്തിന്റെ വാദം അടിസ്ഥാനരഹിതമെന്നും നബാർഡ് റിപ്പോർട്ട് അതിന് തെളിവെന്നും നേതാക്കൾ. സഹകരണ ബാങ്കുകളോട് വിവേചനം പാടില്ലെന്ന സുപ്രീം കോടതി നിർദ്ദേശം അനുസരിക്കണമെന്നും ആവശ്യം. കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കുന്ന നീക്കത്തിനെതിരെ പ്രക്ഷോഭം ശക്തമാക്കാൻ ഒരുങ്ങി LDFും. ഇതിന്റെ ഭാഗമായി ഈ മാസം 29-ന് മനുഷ്യച്ചങ്ങല തീർക്കാൻ സംസ്ഥാന കമ്മിറ്റിയിൽ തീരുമാനം. വീടുകൾ തോറും ക്യാമ്പയിനും പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് ജനകീയ കൺവെൻഷനുകളും നടത്തും. മാവോയിസ്റ്റ് ഭീതിയിൽ. സംസ്ഥാനങ്ങളിൽ നിന്നുണ്ടായ സൈനിക തിരിച്ചടികളുടെ പശ്ചാത്തലത്തിൽ മാവോയിസ്റ്റുകൾ പശ്ചിമഘട്ടവും കേരള തമിഴ്നാട് സംയുക്ത അതിർത്തിയും താവളമാക്കാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. പശ്ചിമഘട്ടത്തിൽ പാർട്ടിയെ തകർക്കാനുള്ള ശ്രമങ്ങൾക്ക് ഉചിതമായ തിരിച്ചടി നൽകാനും ഗറില്ല സേനയെ ശക്തിപ്പെടുത്താനും മാവോയിസ്റ്റുകൾ നീക്കം നടത്തുന്നതായി സൂചന. ശക്തമായ വിപ്ലവ മുന്നേറ്റത്തിനായി പശ്ചിമഘട്ടത്തിൽ ത്യാഗത്തിന് സന്നദ്ധരാകാൻ ആഹ്വാനം ചെയ്ത മാവോയിസ്റ്റ് മാർഗരേഖ. സ്വാധീന മേഖലകളിൽ കേന്ദ്രീകൃത നീക്കങ്ങൾ ശക്തമായ സാഹചര്യത്തിൽ ജനകീയ പിന്തുണ ഉറപ്പാക്കി തന്ത്രപരമായ തിരിച്ചടി നൽകാൻ പശ്ചിമഘട്ട കമ്മിറ്റിയിൽ തീരുമാനം. ഇതിനായി മാവോയിസ്റ്റ് നേതാക്കളടങ്ങുന്ന സേന കർണാടകത്തിലേക്ക് താവളം മാറ്റിയതായി രഹസ്യാന്വേഷണ സംഘം. മാവോയിസ്റ്റുകൾ സായുധ പരിശീലനം നടത്തുന്ന ദൃശ്യങ്ങളും മാർഗരേഖയും പുറത്തുവന്ന സാഹചര്യത്തിൽ മലബാറിൽ സുരക്ഷ ശക്തം. വനമേഖലയോട് ചേർന്നുള്ള പോലീസ് സ്റ്റേഷനുകൾക്കും വനം വകുപ്പ് ഓഫീസിനും ജാഗ്രതാ നിർദ്ദേശം. മാവോയിസ്റ്റ് നേതാക്കൾ കൊല്ലപ്പെട്ട നിലമ്പൂരിൽ തണ്ടർ ബോൾട്ടിന്റെ പരിശോധന. പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. ബലപ്പെടുന്ന സൗഹൃദം. പ്രതിരോധ സുരക്ഷാ മേഖലകളിൽ സഹകരണം വിപുലപ്പെടുത്തുന്നതിനൊപ്പം വ്യാപാര വാണിജ്യ ബന്ധം ശക്തിപ്പെടുത്താൻ ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിൽ ധാരണ. തീരുമാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ജോക്കോ വിദോദയും തമ്മിൽ നടത്തിയ ഉഭയകക്ഷി ചർച്ചയിൽ. സമുദ്ര മേഖലയിലെ സഹകരണം മെച്ചപ്പെടുത്താനും ധാരണ. കരനാവിക വ്യോമസേനകളുടെ സംയുക്ത പരിശീലനം നടത്തും. ദുരന്ത നിവാരണ പരിസ്ഥിതി സംരക്ഷണ മേഖലകളിലും ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരിക്കാനും തീരുമാനം. ഭീകരവാദം, മയക്കുമരുന്ന്, മനുഷ്യക്കടത്ത് എന്നിവയ്ക്കെതിരെ ഒരുമിച്ച് നീങ്ങാൻ ധാരണയായതായും സംയുക്ത പ്രസ്താവനയിൽ നരേന്ദ്രമോദി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.